ഓം ശരവണഭവായ നമ. ശ്രീ സുബ്രഹ്മണ്യ ഭുജംഗസ്തോത്രം. ശ്ലോകം 5. യഥാബ്ദേസ്തരംഗ ലയം യാന്തി തുംഗ തദൈ വാപദ സന്നിധോ സേവതാമേ ഇതി വോർ മിപംക്തിർ നൃണാം ദർശയന്തം സദാഭാവയെ ഹൃത്സരോജേ ഗുഹന്തം. അർത്ഥം: ഉയർന്ന തിരമാലകൾ സമുദ്രത്തിൽ തന്നെ ലയിക്കുന്നതുപോലെ എന്നെ സേവിക്കുന്ന ഭക്തരുടെ ദുരിതങ്ങൾ എൻ്റെ സന്നിധിയിൽ ഇല്ലാതാകുന്നു. ഈ സത്യം മനുഷ്യരെ പഠിപ്പിക്കുന്ന ഗുഹനായ മൃഗഭഗവാനെ ഞാൻ എൻ്റെ ഹൃദയകമലത്തിൽ ധ്യാനിക്കുന്നു. ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യർ ആരുമില്ല. എന്നാൽ ഭക്തിയിലൂടെ അവയെ അതിജീവിക്കാനുള്ള ശക്തി ലഭിക്കുന്നു. സമുദ്രത്തിലെ തിരമാലകൾ എത്ര വലുതായാലും അവ വീണ്ടും സമുദ്രത്തിൽ ലയിക്കുന്നു. അതുപോലെ ഭക്തൻ്റെ കഷ്ടതകളും ദൈവകൃപയിൽ അലിഞ്ഞു പോകുന്നു. ഈ ശ്ലോകം പഠിപ്പിക്കുന്നത് ദൈവം പ്രശ്നങ്ങളെ ഇല്ലാതാക്കുക മാത്രമല്ല, അവയെ നേരിടാനുള്ള ആത്മബലവും നൽകുന്നു. ശ്ലോകം 6. ഗിരൗ മന്നിവാസേ നരാ യേ അധിരൂഢ തഥാ പർവ്വതേ രാജത്തെ തേ അധിരൂഢ ഇതി ബ്രുവൻ ഗന്ധശൈലാധിരൂഢ സ ദേവോ മുദേ മേ സദാ ഷൺമുഖോസ്തു. അർത്ഥം: എൻ്റെ മലയിൽ കയറുന്നവർ ഉയർന്ന ആത്മീയ നിലയിലെത്തുന്നു എന്ന് ലോകത്തെ പഠിപ്പിക്കുന്നതിനായി പുണ്യപർവ്വതത്തിൽ വസിക്കുന്ന ഷൺമുഖനായ മൃഗഭഗവാൻ എന്നെ എപ്പോഴും അനുഗ്രഹിക്കട്ടെ. മല കയറുക എന്നത് ഇവിടെ ആത്മീയ ഉയർച്ചയുടെ പ്രതീകമാണ്. മനുഷ്യൻ തൻ്റെ അഹങ്കാരത്തെയും കാമക്രോധ ലോഭാദികളെയും ജയിച്ച് ഉയർന്ന ചൈതന്യത്തിലേക്ക് ഉയരുമ്പോൾ അതാണ് യഥാർത്ഥ മല കയറൽ. മൃഗഭഗവാൻ മലകളിൽ വസിക്കുന്നത് ആത്മീയ ഉയർച്ചയുടെ സന്ദേശമാണ്. ഭഗവാന്റെ തിരുവടികളിലേക്ക് ഓരോ ചുവടും നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നു.